ഹലോ, അമ്മമ്മയും കുഞ്ഞൂസിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പയും അയിലയും കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കണേന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 3/4 കിലോ കപ്പ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 1/2 കിലോ അയിലയുണ്ട്, ഒരു 25 ചുമന്നുള്ളിയുണ്ട്, 2 പച്ചമുളക്, വേപ്പിലയുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 4 വെളുത്തുള്ളി, 12 ചുമന്ന മുളക്, മുഴുവൻ മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, 1 സ്പൂൺ ചുമന്ന മുളക് പൊടി, ഉലുവ, പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഉപ്പുണ്ട്, വെള്ളം 4 കപ്പാണിത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഇത്രയും കൂട്ടം ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചേക്കണം ഉലുവ ഇടാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചേക്കണം മസാല നമുക്ക് അങ്ങോട്ട് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, ഉണക്കമുളക് ചേർത്ത് വെച്ച ഈ മസാലക്കൂട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇത് നമുക്ക് പച്ചമണം മാറണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പം ഇത് നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കണ ഈ 4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. നിങ്ങളിത് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, ചിലപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഈ പുളിവെള്ളവും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. എടുത്തു വെച്ച വേപ്പില അതും കൂടി ഇടാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മൾ ഈ അയിലെല്ലാം ഇതിനകത്തേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അയില നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ ഉണ്ട്, അല്പം ഉപ്പാകാം കേട്ടോ. അപ്പം നല്ല വേവിച്ച് വെച്ചേക്കണോണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വെന്ത് പോകില്ല, പുളിയൊക്കെ തേക്കണല്ലേ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ നമ്മൾ പുഴുങ്ങി വെച്ചേക്കണ കപ്പയും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അമർത്തി വെച്ചിട്ട് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. നല്ലോണം തിളച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു വേപ്പിലയും ഒരു പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അയിലയും ചാളയും ഏത് മീൻ വെച്ചാണെങ്കിലും ചെയ്യാം, പക്ഷെ അയിലയും ചാളയാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് ആക്കാം. ഗ്യാസ് ഓഫ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കല്ല, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണെയാണ്. ടേസ്റ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല, ഞാൻ തന്നെ ഉള്ളു. അപ്പം മീനൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ നല്ലോണം പൊട്ടിപ്പോകാതെയൊക്കെ കിടപ്പുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ചൂടാണ്. സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.